ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ വരുണിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്ന ഭാഗം തൊട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സത്യത്തിൽ എനിക്കൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം മോൾക്ക് ഒറ്റയ്ക്ക് പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു മധുരം കഴിച്ചപ്പോൾ അമൃത് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയെ പൊക്കി പറയുന്നുണ്ട് കേട്ടോ വരുണിൻ്റെ അച്ഛൻ. പക്ഷേ ഇതെല്ലാം കേട്ട് രാധിക വാതിലിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുമുണ്ട്. രാധിക ഇതൊക്കെ കേട്ടിട്ട് സന്തോഷവതിയായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണ്, ഇതിൻ്റെ കൂട്ടൊക്കെ പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിയും അമ്മയും എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലെ ആൾക്കാരുടെ ആദ്യം വയറ് നിറയ്ക്കുക, അപ്പോൾ അവരെ മനസ്സും നിറയും എന്നിങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, മുത്തശ്ശിക്കൊന്നും പിഴച്ചില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, പ്രിയങ്ക ഈ ഫുഡിന് പ്രത്യേക ഒരു സമ്മാനം ഏട്ടൻ്റെ വകയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉർവശിക്കൊന്നും പിടിക്കുന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാധിക ഹലുവ ഉണ്ടാക്കുന്ന ഭാഗത്ത് മുത്തശ്ശി ആർക്കും ഉണ്ടാക്കാനായിട്ട് ഈ ഹലുവ ഉണ്ടാക്കുന്നത്, വെറുതെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ടൊന്നും ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത സാധനം എന്നൊക്കെ പറഞ്ഞ് രാധികയെ കുറ്റം പറയുന്ന ഒരു കാര്യം രാധിക ആ ഹലുവ ഉണ്ടാക്കുന്ന ഒരു മെമ്മറീനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞു, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കിട്ടിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് വിഷമം എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുണിൻ്റെ അടുത്ത് ചെന്നിട്ട് വരുണിനോട് ചോദിക്കുന്നുണ്ട്, വരുൺ ഫുഡ് ഇഷ്ടമായില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ഒരു പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്, ആ ഫുഡ് ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, പക്ഷേ ഇതുണ്ടാക്കിയ ആൾ പാചകകലയിലെ റാണി തന്നെയെന്ന് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാധിക ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്, ഇത് കേട്ട് അപ്പുറത്ത് നിന്നിട്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഇതുവരെ ചെയ്തതിനൊക്കെ കൂലി കിട്ടിയ പോലെ സന്തോഷമായി എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. രാധിക അവരെ നോക്കി നിൽക്കുന്ന ഭാഗത്തായിരിക്കും ഗൗതം ഫുഡ് കഴിച്ചിറങ്ങണ കാണുമ്പോൾ രാധിക ഓടി വന്നിട്ട് മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം കൈ കഴുകാൻ എത്തുന്നതോടുകൂടി കൽപ്പനയും എത്തുന്നുണ്ട്. അങ്ങനെ കൽപ്പന വന്ന് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്. ഗൗതമും ചോദിക്കുന്നത് എങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഹോട്ടലിലത്തെ ഭക്ഷണം നീ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെ ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നത്, അല്ല ഞാൻ ആ കുഴി തുറന്ന് കാണിച്ചു തരണോ ഇനിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അങ്ങനെ അതാണെങ്കിൽ അപ്പോൾ ഇവിടെ ഫുഡ് അവൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല, വേറെ ആരും ഇവിടെ വന്നിട്ടുണ്ട്, ആളാരാന്നുള്ളത് കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനെ കൈ കഴുകി നിൽക്കുന്ന ഗൗതം നോക്കിയിട്ട് കൈ കഴുകിയിട്ട് അങ്ങോട്ട് വേഗം ചെല്ലാൻ പറയുന്നുണ്ട് കൽപ്പന ഗൗതമിനോട്. അത് കഴിഞ്ഞ് കൽപ്പനയും ഗൗതമും വീടിൻ്റെ ചുറ്റും നാലുപാടും ഇങ്ങനെ അന്വേഷിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ പ്രിയങ്ക ഫുഡ് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ വേഗം കവറിലാക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അടുക്കള ഭാഗത്ത് കൂടെ വന്നിട്ട് രാധികയ്ക്ക് അത് കൊടുക്കുമ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, ഫുഡ് ഇഷ്ടമായോടെ എല്ലാവർക്കും. അതൊക്കെ ചോദിക്കാനുള്ള നേരമാണോ ഇത്, വേഗം ഒന്ന് കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ട് രാധികയെ ഇത്രയും ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് പോലും ഒരു മനസ്സാക്ഷി വെച്ച് രാധികയോട് പെരുമാറുന്നില്ല പ്രിയങ്ക. എന്നിട്ട് പ്രിയങ്ക നേരെ അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഇതിനിടയിൽ കൽപ്പനയും ഗൗതമും അന്വേഷിക്കുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ടെന്നുള്ള ഇത് വെച്ചിട്ട് അവർ പുറത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൽപ്പന ഇങ്ങനെ നോക്കുന്ന സമയത്ത് രാധികയുടെ നിഴൽ പോലെ കാണുമ്പോൾ രാധിക ഓടി മാറി വീടിൻ്റെ സൈഡിലായിട്ട് പതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൽപ്പന നിൽക്കട എന്നൊക്കെ പറയുമ്പോൾ കാണാൻ പറ്റുന്നില്ല കൽപ്പനയ്ക്ക്. അങ്ങനെ കൽപ്പന ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് ഉർവശി വരുന്നുണ്ട്. എന്നിട്ട് ഉർവശി ചോദിക്കുന്നത്, ആരെങ്കിലും കണ്ടില്ല, ചെറിയമ്മ ആരെയും കണ്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. വീടിന് പുറത്ത് ആരുമില്ല, ഇനി അകത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കണ്ട് രാധിക ടെൻഷൻ അടിച്ചിട്ട് പുറത്ത് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധിക ഒളിഞ്ഞു നിന്നോടത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഗൗതം അവിടെ നിൽക്കുന്ന കാണുമ്പോൾ വീണ്ടും മറിഞ്ഞു നിന്നോടത്ത് തന്നെ രാധിക നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം പോയി എന്ന് ഉറപ്പായതിനു ശേഷം രാധിക വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വരുൺ ഫോൺ വിളിച്ച് ആരെയും ഫോൺ വിളിക്കാനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും വരുൺ രാധികയെ കാണുന്നത്. അങ്ങനെ വരുൺ ഡോഡോ എന്നിങ്ങനെ രാധികയെ വിളിക്കുന്നുണ്ട്. രാധിക തിരിഞ്ഞു നോക്കി സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ രാധിക ഓടുന്ന വഴിക്ക് പിന്നാലെ വരുണും ഓടുന്നുണ്ട്. അങ്ങനെ ഓടി വരുന്ന ഒരു രാധിക എന്തോ ഒരു ഇതിൻ്റെ മറവിലേക്ക് ഇങ്ങനെ മരത്തിൻ്റെ മറവിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പിന്നെ നോക്കിയിട്ട് കാണില്ല. അപ്പോൾ വരുൺ മനസ്സിൽ ചിന്തിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്ന പോലെ അയാളും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ കാര്യത്തിൽ ഉറപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് രാധികയെ കാണാതെയാവുമ്പോൾ. അങ്ങനെ വരുൺ പോകുന്നതിന് മുമ്പ് വരുൺ ഇതൊരു വാക്ക് കൂടി പറയുന്നുണ്ട്, ഇതിലും വലിയ ആശംസ എനിക്ക് ഇനി ജീവിതത്തിൽ വേറെ കിട്ടാനില്ല എന്ന് പറഞ്ഞു. കാരണം രാധിക ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുത്തുമല്ലോ, അതിന് മറുപടി ആയിട്ടാണ് വരുൺ അങ്ങനെ പറയുന്നത്. അങ്ങനെ വരുൺ പോകുന്നത് നോക്കിയിട്ട് രാധിക ആശ്വാസത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് വരുണിനെ. അങ്ങനെ വരുണിനെ മറ്റുള്ളവരെയും പേടിച്ച് രാധിക ഓടി മറിഞ്ഞ് പിന്നെ രാധിക റോഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സീരിയൽ നടൻ ജീവയുടെ കാറിന് മുമ്പിലായിരിക്കും രാധിക പെടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജീവ കാറ് നിർത്തുന്നുണ്ട്. അങ്ങനെ രാധിക പെട്ടെന്ന് സോറി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജീവ ചോദിക്കുന്നുണ്ട്, താൻ ആരെയോ പേടിച്ച് വന്നതാണല്ലോ, ആരെയാണ് താൻ പേടിക്കുന്നത്, തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ രാധികയ്ക്കൊന്നും മിണ്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാധിക അങ്ങനെ വിക്കി ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജീവ പറയുന്നുണ്ട്, താൻ അന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞു, തനിക്ക് ഇവിടെ രക്ഷപ്പെടുക എന്നുള്ളത് മെയിനാണെന്ന് എനിക്ക് മനസ്സിലായി, തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം, വീട്ടിൽ ചെന്നിട്ട് താൻ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ രാധിക അതൊന്നും വേണ്ട,
അന്ന് ഷൂട്ട് കഴിഞ്ഞ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ആക്കിയാൽ മതി, പക്ഷേ കാരണം ഒന്നും എന്നോട് ചോദിക്കരുതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ജീവ പറയും അത് മതിയോ എന്ന് പറയും. അങ്ങനെ രാധിക ജീവയുടെ കൂടെ കാറിലേക്ക് കയറുന്നുണ്ട്. കാറിൽ കയറുന്നിട്ട് വീണ്ടും രാധിക എന്തോ പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ജീവ ഇങ്ങനെ കുറച്ച് നേരം അവളെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. പറയും ലീവിച്ച് താൻ പേടിക്കുന്ന കാര്യം ഇനിയില്ല, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ രാധിക അതേന്ന് തലയാട്ടുന്നുണ്ട്. കാണിക്കുന്നത് ഭയങ്കര ആത്മസംതൃപ്തിയോട് കൂടിയും എന്തോ നേടിയെന്ന ഭാവത്തിൽ നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചിട്ടാണ് പിന്നത്തെ ഭാഗം കാണിക്കുന്നത്. പ്രിയങ്ക ഭയങ്കര ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ വരുൺ ബാക്കിൽ വന്ന് നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നില്ല. അങ്ങനെ പ്രിയങ്ക എന്തോ ചിന്തിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് തിരിയുന്ന സമയത്ത് വരുൺ പ്രിയങ്കയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ചോദിക്കും എന്ത് പറ്റി വരുൺ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഒളിച്ചുകളി നടക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്നിങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയും ഇവിടെയോ, ഈ ബാൽക്കണിയിലോ എന്നെ കാണാനോ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ബാൽക്കണിയിൽ വന്നോന്നല്ല ഞാൻ ചോദിച്ചത്, വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ, ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിരുന്നോ എന്നിങ്ങനെ വരുണ് പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇവിടെ എന്ത് എന്നിങ്ങനെ വിക്കിയിട്ട് ഇങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് ഭക്ഷണം താൻ തന്നെ ഉണ്ടാക്കിയതാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുന്നു. അതേന്നിങ്ങനെ പറയും. താൻ അല്ലാതെ ഇങ്ങനെ മാറ്റി പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് താൻ മാത്രമാണ് ഇങ്ങനെ ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും നല്ലത് പറഞ്ഞല്ലോ, താനും നല്ലതാണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇവിടെ നിൽക്കുകയായിരുന്നു ഞാൻ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിനോട്. അപ്പോൾ വരുൺ കൂടി പറഞ്ഞ സന്തോഷത്തിൽ ഞാൻ നിൽക്കുമ്പോൾ വരുൺ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് ഈ സ്വർണം എങ്ങനെ ഒരുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെങ്ങനെ ഞാൻ കാണാമെന്ന്. അപ്പോൾ വരുൺ പറയും ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും നല്ല സ്വർണം എന്തിനാണ് തീയിലിട്ട് ഉരുക്കുന്നതെന്ന്, പക്ഷേ അത് തീയിലിട്ട് ഉരുക്കുമ്പോഴാണ് അതിന് കൂടുതൽ തിളക്കവും ഭംഗിയും ഉണ്ടാകുന്നതെന്ന് ഇങ്ങനെ വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിക്കുന്ന സത്യവും ഞാൻ ചിലരെ തീയിൽ നിർത്തി പൊള്ളിപ്പിച്ചിട്ട് അത് പുറത്ത് വരുമോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ വരുൺ ഭക്ഷണത്തെക്കുറിച്ച് നല്ലത് പറയണ്ടായിരുന്നു, അപ്പോൾ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കണ്ടായിരുന്നു എന്നിങ്ങനെ പ്രിയങ്ക തെല്ലൊരു വിഷമത്തോടുകൂടി വരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് താനുണ്ടാക്കിയ ഭക്ഷണമാണെന്നല്ലേ പറഞ്ഞത്, അത് നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ വരുൺ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ താൻ ആ ലാസ്റ്റ് വിളമ്പിയ ഹൽവയില്ലേ, ഹൽവ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നമുക്ക് ഹൽവ ഒന്നും കൂടി രണ്ടാമതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ, നമുക്ക് രണ്ടാൾക്കും പോകാൻ വാ കിച്ചണിലേക്ക് വരാൻ പറഞ്ഞ വരുൺ പ്രിയങ്കയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക എന്നറിയാം. അപ്പോൾ വരുൺ പറയും എനിക്കും പാചകം പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. പ്രിയങ്ക കയ്യിൽ പിടിച്ച് വാ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ പറഞ്ഞു വരുൺ അത് പിന്നീട് ആവട്ടെ എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും മുത്തശ്ശി അവിടെ നിന്ന് വന്നിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ വരുൺ പ്രിയങ്കയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കണ്ട വരുണും പ്രിയങ്കയും അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാം എന്താ രണ്ടാളും കൂടിയിട്ട് എനിക്ക് അങ്ങോട്ട് വരാമോ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചിരിച്ചിട്ട് എന്നിങ്ങനെ പറയാം എന്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് വരുണിന് ഹൽവ നല്ല ഇഷ്ടമായി, അത് പഠിപ്പിച്ച് കൊടുക്കുമെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് വരുണിൻ്റെ തോളിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും അതിനെക്കുറിച്ച് എല്ലാവർക്കും കൂടി ഒരു ക്ലാസ് എടുത്തോളൂ, അതിനെക്കുറിച്ച് പത്മിനിയും അവിടെ പറഞ്ഞിരുന്നത്, പത്മിനിക്കും നല്ല ഇഷ്ടമായി, പത്മിനിക്കും അതിൻ്റെ രസക്കൂട്ട് അറിയണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയും അത് പിന്നീട് ഒരിക്കലും എല്ലാവർക്കും കൂടി പഠിപ്പിക്കാം, എല്ലാവർക്കും കൂടി കാണാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് കേട്ടോടാ ഇപ്പോഴത്തെ കാലത്ത് ഒരു കട്ടൻ ചായ തിളപ്പിക്കാൻ വരെ മടി കാണിക്കുന്ന കാലത്ത് ആ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ പാചകം ചെയ്യുന്നതെന്നിങ്ങനെ പ്രിയങ്കയെ പൊക്കിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു കട്ടൻ ചായ പോലും തിളപ്പിക്കാനും ഭയപ്പെടുന്ന എല്ലാ പാചകം കൂടി അറിയുന്ന ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരുൺ കളിയാക്കിയിട്ട് മുത്തശ്ശിയോട് പറയും ഞാൻ ഈ ഭക്ഷണം പാകം ചെയ്ത ആളെ ഞാൻ ഇപ്പോൾ തൊട്ടിട്ട് സ്നേഹിക്കാൻ തുടങ്ങി മുത്തശ്ശി എന്നിങ്ങനെ പ്രിയങ്കയോ നോക്കിയിട്ട് മുഖത്ത് കൊള്ളിച്ച് പറയുന്നുണ്ട്. പ്രിയങ്ക അത് കേൾക്കുമ്പോൾ ഒരു എന്തോ ചളിഞ്ഞ മട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് കേട്ടല്ലോ നിന്നെ വേണ്ടാന്ന് പറഞ്ഞ നാവ് കൊണ്ട് അവൻ ഇപ്പം നിന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് കേട്ട എന്തോ ഒരു വിഷമത്തിലും മുത്തശ്ശി പോയ ആശ്വാസത്തിലൊക്കെ നിൽക്കുന്ന പ്രിയങ്കയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജീവയുടെ കാറിൽ രാധിക വരുന്നൊരു ഭാഗമാണ്. രാധികയെ കാറിൽ കൊണ്ടിറക്കിയതിന് ശേഷം രാധിക ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ജീവയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജീവയോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജീവിതത്തെ രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മുമ്പ് തന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിന് മറുപടി എനിക്കിപ്പോൾ വേണമെന്നിങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയുമ്പോൾ രാധിക പറഞ്ഞു നോക്കൂ സാർ ഞാൻ ആരോടും അങ്ങനെ എനിക്ക് മനസ്സിലൊന്നുമില്ല, പ്രത്യേകിച്ച് ആരോടും ഇല്ല, പിന്നെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെയല്ല എൻ്റെ ജീവിതം, എനിക്ക് എന്നെ കാണുമ്പോൾ എല്ലാവരും ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇനി ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ സാറിൻ്റെ ആരാണെന്ന് അറിയാതെയാണ് എൻ്റെ അവസ്ഥയും അറിയാതെ സാറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായത്, അത് ആരാണെന്ന് അറിയുമ്പോൾ അത് മോഹമൊക്കെ താനേ ഇല്ലാണ്ടായി പോയിക്കോളും എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട്.
ഇത് കേൾക്കുമ്പോൾ ജീവ പറയുന്നുണ്ട്, താൻ ആരാണെന്നുള്ള ചോദ്യമോ തൻ്റെ പാസ്റ്റൊന്നും ഞാൻ അന്വേഷിക്കില്ല. അത് വിചാരിച്ച് രാധിക ഭയപ്പെടേണ്ട, ഞാൻ അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ ജീവ പറയുന്നുണ്ട് രാധികയോട്. പക്ഷേ രാധിക പറയുന്നുണ്ട്, വേണ്ട സാർ, എനിക്കൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും എനിക്ക് ആവാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജീവ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാധികയോട്. അപ്പോൾ രാധിക ജീവയുടെ മുഖത്തേക്ക് നോക്കുന്നു. താൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ഭാഗത്താണ്. ഇത് കേട്ട് രാധിക സ്തംഭിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.